എത്ര വർഷമായി ഈ തമാശ മിമിക്രി പരിപാടികളൊക്കെ തുടങ്ങിയിട്ട്? ഒരു 42 വർഷമാകും. ഞാൻ ജയൻ സാറിൻ്റെ ശബ്ദം ആദ്യമായിട്ട് അഭിനയിച്ച് കേൾക്കുന്നത് സിറാജിക്കയാണ്. ഞാൻ തന്നെയാണ്. കാര്യം ജയൻ സാറ് വില്ലനായിട്ട് അഭിനയിച്ചിട്ടാണ് നായക വേഷം ചെയ്തു തുടങ്ങി. അപ്പം വില്ലനായിട്ട് അഭിനയിക്കുമ്പോഴേ ഞാനത് ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങിയിരുന്നു. വളരെ പോപ്പുലറായ ജയൻ സാറിന്റെ പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തി വന്നൊരു ഓഡിയോ കാസറ്റിന്റെ തുടക്കത്തിൽ ചെറിയ 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 വർത്തമാനത്തിന്റെ പീസുകൾ ഉണ്ടായിരുന്നു. ഉല്ലാസപൂത്രികൾ എന്ന് പറഞ്ഞൊരു കാസറ്റ്. അതിനകത്താണ് ഈ നസീർ സാറും ജയൻ സാറിനൊക്കെ ഒരു വർത്താനം ഉണ്ടായിരുന്നു എല്ലാ പാട്ടിന് മുമ്പ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം വരും എന്നൊക്കെ പറഞ്ഞു. അത് മുഴുവൻ ചെയ്തത് സിറാജിക്കയാണെന്ന് പല മലയാളികൾക്കും അറിയില്ല. അതിനകത്ത് എൻ്റെ പേര് അവർ ചേർത്തിട്ടില്ല. അന്നേ നമ്മളെ തഴഞ്ഞിട്ടിരിക്കുകയാണ്. അതായത് അവതരണം നസീർ ജയൻ, അവരെന്താ പരലോകത്തൊന്നും ഒന്ന് പറഞ്ഞു. ആ കാസറ്റിൽ അവതരണം നസീർ ജയൻ എന്ന് എഴുതിയേക്കുന്നത്. അവര് മരിച്ചിരിക്കുകയാണ് ആ സമയത്ത്. സ്വന്തമായിട്ട് ട്രൂപ്പ് ഏത് വർഷമാണ് തുടങ്ങിയത്? 2007 2007 വരെ ആയിട്ടുണ്ട്. അതുവരെ മറ്റു ട്രൂപ്പുകൾക്ക് വേണ്ടിയാണ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റെഫിക്ക് അറിയാമോ സിറാജിക്ക് അഭിനയിച്ച ഒരു സിംഗിൾ സീൻ, സിനിമ സീൻ സ്റ്റെഫി പറയാമോ? പറയില്ല. ഞാൻ പറയുമ്പോ അതൊന്നും പറയരുത്. അങ്ങനെ ചിലപ്പോ അറിയായിരിക്കും. അങ്ങനെ പറഞ്ഞു ചിലപ്പോ അത് പറയുമ്പോ അറിയും. പറയും. അല്ല അങ്ങനല്ല. അത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് അറിവില്ലായ്മ ഉണ്ട് ഇങ്ങനെയുള്ള. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇവിടെ വരുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വണ്ടടിച്ചിരിക്കും. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അത് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് വലിയ കാര്യമാണ്. സ്റ്റെഫിയെ പോലെ ഒരുപാട് പേര്, അതൊരു നിർബന്ധമല്ല, അറിയണമെന്നുള്ളൊരു നിർബന്ധമല്ല. എങ്കിലും ഒരു തമാശ പരിപാടി നമ്മൾ ഇതുപോലൊരു ടെലിവിഷൻ ചാനൽ നിർത്തുമ്പോൾ ഇതുപോലെയൊക്കെ നിലനിൽക്കുന്നതിന് കാരണമായ കലയിൽ കലയെ വളർത്തിയ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഒരു സാന്നിധ്യവും അവരെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയ കാര്യമാണ്. അതാണ് സിറാജിക്കെ പോലെ ഒരാള് ഇവിടെ വന്ന് നമുക്ക് നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? പുറപ്പെട്ടു. എന്നാൽ ശരി, അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടു എന്ന് പറയുന്ന ഫോൺ വിളിക്കുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് സിറാജിക്ക എന്ന് പറയുന്നത്. അവിടെ നോക്കിയാല് ആ സീൻ എടുത്ത് കണ്ട അവിടെ നിൽപ്പുണ്ട്. ഞാനാണ് പറയുന്നത്, ഇത് അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ എന്നൊക്കെ പറയുന്നത് സിറാജിക്ക. ഞാനും സിറാജിക്കയും കൂടെ വിദേശത്തൊരു പരിപാടിക്ക് വേണ്ടത് ആഫ്രിക്കയിലാണ്. സൗത്ത് ആഫ്രിക്കയിലെ ബോട്സ്വാന എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും സിറാജിക്കയും കൂടെ പരിപാടിക്ക് വേണ്ടി വിജയ് യേശുദാസിന്റെ ഗാനമേളയും നമ്മളുടെ മിമിക്രിയുമാണ്. അപ്പം സിറാജിക്ക ദാസേട്ടന്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടിപ്പോക്കാര്. ദാസേട്ടനാന്നോർത്ത് ഇരുന്നിടത്ത് എണീക്കും. അതുപോലത്തെ രൂപത്തിൽ വരുന്ന സമയമാണ്. അപ്പൊ അന്ന് ഈ ബോട്സ്വാനയിൽ എത്തിയ ദിവസമാണ്. സിറാജിക്ക വെള്ള ചെരുപ്പ് എടുത്തിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സിറാജിക്ക അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യും, എനിക്ക് വെള്ള ചെരുപ്പ് ഇല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട്. വിജയിച്ചു ആഹാ അപ്പയുടെ ഇതാണോ ചെയ്യുന്നത് വെച്ചാൽ ചെയ്തത്. അപ്പൊ ഞാൻ വിജയനോട് പറഞ്ഞു ഉണ്ട്, പക്ഷെ ചെരുപ്പ് എടുത്തില്ല. ഇപ്പൊ എന്റെ പെട്ടി നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് വിജയേശ്വാസം കൊണ്ടുവന്നിട്ട് ഒരു വെള്ള ചെരുപ്പ് കൊടുത്തിട്ട് വിജയ് യേശുദാസിന്റെ വെള്ള ഷൂസ് ഇട്ടിട്ടാണ് ദാസേട്ടന്റെ അന്ന് ചെയ്തിട്ട്. ദാസേട്ടന്റെ ശബ്ദം ഒന്ന് ചെയ്യുമോ? പ്രിയമുള്ള കലാസ്നേഹികളെ, ഒരു കലാവിരുന്ന് ആസ്വദിക്കാനെത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ജഗദീശ്വരൻ്റെ അനുഗ്രഹത്തോടെ ഒരു കലാകാരൻ അല്ലെ കലാകാരി വേദിയിൽ വന്ന് നിന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുമ്പോൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയാണ്. ജഗദീശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൊല്ലത്ത് ഉളിയക്കോവിൽ എന്ന് പറയുന്ന അമ്പലത്തിൽ ഞാൻ എനിക്ക് പരിപാടിക്ക് പോയപ്പം സിറാജിക്കയുടെ വീടിനടുത്താണ്. സിറാജിക്ക 2 സ്റ്റാർ പറയാൻ വേണ്ടി കയറി. അപ്പൊ ദുൽഖർ സൽമാൻ സിനിമയിൽ വന്നിട്ടേ ഉള്ളൂ. ഒരു 2-3 വർഷമേ ആയിട്ടുള്ളൂ. ദുൽഖർ സൽമാന്റെ ശബ്ദം അങ്ങനെ അധികം ആരും മിമിക്രിയിൽ അനുകരിച്ച് തുടങ്ങിയിട്ടില്ല. അങ്ങനെ വ്യക്തമായി നമ്മൾ പിടിച്ചിട്ടില്ല. അപ്പോ സിറാജിക്ക വന്നിട്ട് ദുൽഖർ സൽമാന്റെ ശബ്ദം ചെറുതായിട്ട് പറഞ്ഞു കേൾപ്പിച്ചു. ഗംഭീര ശബ്ദം. പക്ഷെ ദുൽഖർ സൽമാന്റെ ഏതെങ്കിലും ഒരു സിനിമ പൂർണ്ണമായിട്ട് കണ്ടിട്ട് ദുൽഖർ സൽമാന്റെ ഒരു ഡയലോഗ് കിട്ടിയിട്ടുമില്ല. ശബ്ദം കറക്റ്റുമാണ്. എന്നിട്ട് വാത്സല്യത്തിലെ മമ്മൂക്കയുടെ ഡയലോഗ് ദുൽഖർ സൽമാൻ പറയുന്നത് കാണിച്ചിട്ട് എന്തൊരു കൈഡിയായിരുന്നു അറിയാം കാണിച്ചത്. അല്ല, ആ സിനിമയിലെ ഡയലോഗ് ഞാൻ ഉസ്താദ് ഹോട്ടലിലെ ഡയലോഗ് പിന്നെ പറഞ്ഞു തുടങ്ങിയ സാറേ, നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല. ബസ്സിന് കലറിഞ്ഞും പോസ്റ്റടിഞ്ഞ് നടക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. 10 പൈസ കൈ കണക്കിൽ. പക്ഷെ അവർക്ക് എനിക്ക് ചതിക്കില്ല, വഴിയിലിട്ടച്ച് പോകത്തുമില്ല. സാറാ, ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമാണ്. ഞാൻ നിന്നെ തേടി വരില്ല എന്ന് നീ കരുത്. സാറാ, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആൾ ദ ബെസ്റ്റ്. മേലെടുത്ത് രാഘവൻ ചേട്ടൻ തന്നെയാണെന്നുള്ള ഡയലോഗ് ഇന്ദ്രജിത്ത് പറയുന്നത്. മേലെടുത്ത് രാഘവൻ ചേട്ടൻ തന്നെ ഈ കണ്ട പറമ്പും പുരയോടൊക്കെ
എൻ്റെ ചോരയും നീരും വീർപ്പോൾ അന്ന് ജപ്തി ചെയ്ത് പടിയിറക്കി വിട്ടപ്പോൾ രക്ഷിക്കാൻ ഒരാൾ വന്നു, നമ്മുടെ കുഞ്ഞമ്മാമ. അന്ന് അമ്മ പറഞ്ഞു, കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണ്. പുതിയ എന്തെങ്കിലും ഇറക്കണ്ടോ സിറാജക്കാരി? പുതിയത് വടക്കം വീരഗാഥയിലെ മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് ചില താരങ്ങൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നുള്ള സംഭവമുണ്ട്. പ്രദീപ് കോട്ടയം അദ്ദേഹത്തിൻ്റെ ഇവിടെ ആണി എന്ന് പറഞ്ഞാലേ ഇരുമ്പാണിയാണ്. പിന്നെ മുളയാണിയുണ്ട്, കൊല്ലനുണ്ട്, 16 പണവുമുണ്ട്, കൊടുത്തു. പിന്നെ ആ പാണൻ്റെ കാര്യം, അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അവൻ്റെ വായിൽ ഞാൻ പൂഴിമണ്ണ് നിറയ്ക്കുന്നുണ്ട്. ഇനി ഇത് കമലഹാസൻ. ഇരുമ്പാണിയെ തട്ടി മുളയാണിയെ വെത്തി, പൊൻകാലത്ത് നാളെ ചുരുക വിളക്കത് കൊല്ലം കിട്ടെ 16 പണത്തെ കൊടുത്തു വിട്ടവൻ എന്ത് ചന്തു. മാറ്റച്ചുരുക കേട്ട പോതല്ല മറന്നുപോയിട്ടേൻ എന്ന് പൊയ് ചൊല്ലി വിട്ടവൻ എന്ത് ചന്തു. ഉങ്ങളാലെ എന്നെ ജയിക്കവേ മുടിയ തിരുമ്പിപ്പോ. അടുത്തത് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ ശശി കലിംഗ പുള്ളിയാണ്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊങ്കാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് ബിരിയാണി വെച്ച് കൊടുത്തവനാണോ ചന്തു. മാറ്റച്ചുരിക തോന്നിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞത് മറവി രോഗമുള്ളത് കൊണ്ടാണോ? പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് ആ പാടൻ നിങ്ങളുടെ നാട്ടിൽ. അയാളോട് വല്ല ഗാനമേള ഗ്രൂപ്പിലും ചേരാൻ പറയണോ? അംഗം വെട്ടാൻ വന്നിരിക്കുന്നു ഇമ്മിണി പുളിക്കും. ഞാൻ എഞ്ചി പണിക്കർ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ശ്രമം നടക്കട്ടെ. എടാ, ഈ ഇരുമ്പാണി തട്ടി മുളയാണിയാക്കുക എന്ന് പറയുന്നത് നിസ്സാര പ്രശ്നമൊന്നുമല്ല. പിന്നെ കൊല്ലന് 16 പണം കൊടുത്തു എന്ന് പറയും. ഏത് കൊല്ലന് കൊടുത്തു, എപ്പോൾ കൊടുത്തു, എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടോ? ഇതൊന്നുമില്ലാതെ കയറി വന്നിരിക്കുക, മര്യാദക്കിറങ്ങി പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അന്തരിച്ച ഗോപൻ ചേട്ടൻ, ആകാശവാണിയിലുണ്ടായിരുന്ന ഗോപൻ ചേട്ടൻ, ശ്വാസകോശം സ്പോഞ്ച് പോലെ ഒന്ന് ഒറ്റ അനൗൺസ്മെന്റിലൂടെ മലയാളിയിൽ നെഞ്ചിലേറ്റിയ ശബ്ദം. ഗോപാല ഗോപാല, നമ്മുടെ വടക്കമ്പാട്ടിലെ ചന്തു ഉണ്ടല്ലോ, അയാള് ചതിയനാണ് പോലും. ആഹാ, അങ്ങനെയാണോ? അയാള് ഇരുമ്പാണി തട്ടുകയും പിന്നെ അത് മുളയാണിയാക്കുകയും ചെയ്തു അത്രേ. പക്ഷേ ഗോപാല, സത്യത്തിൽ ചന്തു ചതിയനെയല്ല. ചന്തുവിനെ തോപ്പിക്കാൻ ചെന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരും. അടുത്ത ഈ പ്രേമം എന്ന സിനിമയുടെ ആ ഡയലോഗ് താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിനയ് ഫോർട്ടിൻ്റെ ശബ്ദത്തിൽ ഇത് പറഞ്ഞു. സാറ്, ഈ ഇരുമ്പാണി എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, സിമ്പിളാണ്. പക്ഷെ മുളയാണി പവർഫുൾ, കിട്ടാൻ പോണില്ല. അതുപോലെ തന്നെയാണ് ചുരിക വിളക്കുക എന്ന് പറയുന്നത് നിസ്സാരമാണ്. പക്ഷെ പൊൻകാരം കൊണ്ട് ചുരിക വിളക്കുക പവർഫുൾ. കൊറോണയ്ക്കെതിരെ പ്രതികരിക്കുന്ന ജയന്റെ ഒരു ശബ്ദം. ഓഹോ, നീയാണല്ലേ ഈ കൊറോണ എന്ന് പറയുന്നവൻ. നിന്നെ ഞാൻ തേടി നടക്കുകയായിരുന്നു. ഇനിയെങ്കിലും ഈ ലോകം വിട്ടു പോയില്ലെങ്കിൽ ഇടിച്ച് നിന്റെ പൊട്ടും പഴവും ഞാൻ പുറത്തെടുക്കും. നീ COVID-19 ആണെങ്കിൽ ഞാൻ COVID-19. മനസ്സിലായില്ലേ? നീ 19 ആണെങ്കിൽ ഞാൻ 90 ആണെന്ന് കടന്നു പോകാൻ. അവസാനമായി പ്രേം നസീറിൻ്റെ 3 വ്യത്യസ്ത ഭാവങ്ങൾ അനുകരിച്ച് അവതരിപ്പിക്കുകയാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു സ്റ്റേജ് പോലും വിടാതെ ഞാൻ അനുകരിച്ചു കൊണ്ടിരിക്കുന്നു. രാത്രി അപ്പം നിൻ്റെ കുണുങ്ങിയുള്ള നടത്തവും നിൻ്റെ ശൃംഗാരഭാവമൊക്കെ കാണുമ്പോൾ ഞാനാകെ കോരിത്തിരിച്ചു പോവുകയാണ്. ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ എന്ത് രസമാണ് രാത്രി. ചിരിക്കൂ രാത്രി. അച്ഛൻ എന്ത് പണിയായി ഈ കാണിച്ചു? അച്ഛൻ ആ സ്ത്രീയുമായി വഴക്കിടുമ്പോൾ ആ സ്ത്രീ അച്ഛനുമായിട്ട് വഴക്കിടും. അമ്മേ, അമ്മയുടെ പുന്നാരമോൻ വന്നു. അമ്മേ, കണ്ണു തുറന്ന് നോക്കൂ അമ്മേ. എന്നെ 10 മാസം വയറ്റിലിട്ട് കൊണ്ട് നടന്ന് എന്നെ നൊന്ത് പ്രസവിച്ച് എൻ്റെ അമ്മയാണോ ഈ കിടക്കുന്നത്? അമ്മേ, അമ്മേ, അമ്മേ. ഗംഭീരം, സൂപ്പർ.